നിങ്ങൾക്ക് കാര്യമായി മുടി കൊഴിച്ചിലുണ്ടോ? അതായത് നിങ്ങൾക്ക് അൺകൺട്രോളായിട്ട് ഹെയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് ഡിസംബർ ഈ കഴിഞ്ഞ ഈ ജനുവരിയിലോട്ട് കയറുമ്പോഴൊക്കെ ഈ ഒരു സമയം ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്ന സമയമാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിയുമ്പോൾ അവിടെ ഒരു എന്താ പറയുക സ്കാൽപ്പ് കാണുന്ന രീതിയിൽ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വൈകാതെ ഞങ്ങളെ പുതിയ ക്ലിനിക്കിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താ പറയുക ഏറ്റവും പുതിയ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ജാക്ക് എന്ന് പറഞ്ഞിട്ട് ജാക്ക് ഇൻഹിബിഷൻ എന്ന് പറയും, JAK ഇൻഹിബിഷൻ. ജാനസ് കൈനേസ് എന്ന് പറഞ്ഞൊരു എൻസൈമാണ് ജാക്ക് എന്ന് പറഞ്ഞ സാധനം. ഈ ജാനസ് കൈനേസ് എൻസൈമിനെ ഇൻഹിബിഷൻ നടത്തുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ അത് സൈറ്റോകൈൻ എന്ന് പറഞ്ഞ സാധനത്തിനെ തടയും. ഈ സൈറ്റോകൈൻസിനെ തടഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവില്ല. നമുക്ക് മുടി കൊഴിച്ചിലിന് ഒരു കാരണമില്ലാത്ത മുടി കൊഴിച്ചിൽ, പ്രത്യേകിച്ച് എന്താ പറയുക ഒരു കാരണമില്ലാതെ മുടി കൊഴിയുന്നത് ഒരു ബോഡീൻ്റെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അതായത് ബോഡി തന്നെ കൊഴിപ്പിക്കുകയാണ്. ആ ബോഡീൻ്റെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസിനെ അവിടെ തടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജാനസ് കൈനേസ് ഇൻഹിബിഷൻ നടത്തുന്നത്. അത് നമ്മൾക്ക് ഓയിൽമെൻ്റ് ആയിട്ട് തേക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി ഏറ്റവും എഫക്റ്റീവ് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ജാക്ക് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴാണ്. അങ്ങനത്തെ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. കാരണം സ്കാൽപ്പിൽ ഡെർമിസിലാണ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് പേടിക്കേണ്ട, അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല. ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ബോഡീൻ്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് അവിടെ തടഞ്ഞ് ബോഡി പിന്നെ നോർമലായിട്ട് നോർമൽ ഇമ്മ്യൂൺ റെസ്പോൺസിലോട്ട് എത്തിക്കും. അതാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ഈ ജാക്ക് കൈനേസ് എന്ന് പറഞ്ഞ ഇൻഹിബിഷൻ എന്ന് പറഞ്ഞ സാധനം വഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇതെല്ലാം FDA അപ്രൂവ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ റിറ്റിൽ സിറ്റിനിബ് എന്ന് പറഞ്ഞ ജാക്ക് ഇൻഹിബിറ്റർ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം 2022 അവർ FDA അപ്രൂവ് ചെയ്തത്. കുറേ ഉണ്ട്. റിറ്റിൽ ബാരിസിറ്റിനിബ് ഉണ്ട്, അതും 2022 FDA അപ്രൂവ്ഡ് ആണ്. സേഫാണ് എന്ന് ക്ലിനിക്കലി അവർ പ്രൂവ് ചെയ്ത കാര്യമാണിത്. FDA അപ്രൂവ്ഡ് ആണ്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും, പക്ഷേ നിങ്ങൾ പുതിയ മുടി പ്രതീക്ഷിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ മുടി കൊഴിച്ചിൽ തടയും എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ മുടി പ്രതീക്ഷിച്ച് വരുന്ന മീൻസ് അല്ലെങ്കിൽ കഷണ്ടി മാറ്റാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് SCT തന്നെ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് ഓപ്റ്റ് ചെയ്യാം. ഇതിന് ഞങ്ങൾ വാങ്ങുന്ന ചാർജസ് ലൈക്ക് എന്താ ഒരു 5,000 to 7,000 റുപ്പീസാണ്. നമുക്ക് അധിക ഏരിയ അനുസരിച്ച് കുറച്ചും കൂട്ടിയൊക്കെ ആക്കാം. എന്തായാലും മിനിമം 5,000 കൂട്ടിക്കോ. ഇതിന് ഒറ്റ സിറ്റിംഗ് എടുത്താൽ മതി ആക്ച്വലി. പിന്നെ നിങ്ങൾ ഓയിൽമെൻറ്റ് തേച്ച് ഇതൊരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. അപ്പം തന്നെ മുടി കൊഴിച്ചിൽ വളരെ അധികം കുറയാൻ തുടങ്ങും. ഓക്കെ, താങ്ക് യു.